ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ രാജ്യത്തെ തകർക്കാൻ, രാജ്യത്തിന്റെ ബഹുസ്വരതയെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കാൻ ആര് ശ്രമിച്ചാലും ശരി, ഭീകരവാദത്തിനും തീവ്രവാദത്തോടും സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാർ അത് വച്ചു പൊറുപ്പിക്കില്ല. പ്രത്യേകിച്ച് എത്ര വലിയ ഇൻഫ്ലുവൻസ് ഉള്ള സംഘടനയാണെങ്കിലും ശരി. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി പോലെ, SDPI പോലെയുള്ള സംഘടനകൾക്ക് പിടിവീഴണം. പോപ്പുലർ ഫ്രണ്ടും വല്ലാതെ കളിച്ചതാ. ഏറ്റവും ഒടുവിൽ അവരൊരു ജനമഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടത്തി അവരുടെ ശക്തി തെളിയിച്ചു, പവർ തെളിയിച്ചു. ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ ആ സമ്മേളനത്തിൽ സന്നിഹിതരായി. ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത അഫ്സൽ കാസിമിയെ പോലെയുള്ള കൊടും തീവ്രവാദികൾ പറഞ്ഞത്, സംഘപരിവാരങ്ങളോട് മക്കളെ നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകിൽ രക്തസാക്ഷികളാകുക, അതല്ലെങ്കിൽ വിജയം വരിച്ച് ഇസ്ലാമിക രാജ്യം സ്വന്തമാക്കുക. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മിന്നൽ റെയ്ഡും ഈ സംഘടന നിരോധിക്കുകയും ഈ തീവ്രവാദികളുടെ ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്തിട്ട് ഒരു പ്രസ് മീറ്റിന് വന്ന സത്താറിക്കായം പൊക്കി ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് 1 മാസം ഇന്നോവയിൽ കോയമ്പത്തൂരും കർണാടകയിലും കേരളത്തിലുടനീളം കറങ്ങി നടന്ന റൌഫിക്ക ഒരു ചായ കുടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്തപ്പോൾ റൌഫിക്കായും പൊക്കിയെടുത്തു. അപ്പോൾ NIA ഒരു ഓപ്പറേഷൻ നടത്തിയാൽ എത്ര ജാഗ്രതയോടുകൂടിയാണ് ആ ഓപ്പറേഷൻ സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗൂഗിൾ പേ, കോടാനുകോടി ജനങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും റൌഫിന്റെ ഫോണിൽ നിന്നും 10 രൂപ ഒരു ചായക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തപ്പോൾ റൌഫിക്കാവിടെ ലൊക്കേഷൻ അടക്കം NIA തൂക്കിയെടുത്ത് കൊണ്ടുപോയി. എവിടെയുണ്ട് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞു. ഇവരാ സമ്മേളനത്തിൽ വിളിച്ചു കൂവിയതൊക്കെ NIA നോട്ട് ചെയ്തു. ഒരുപക്ഷെ ഇവരുടെ ഈ ജനമഹാസമ്മേളനമുണ്ടല്ലോ, അതിന്റെ നോട്ടീസ് അടിച്ചതടക്കം NIA ഉദ്യോഗസ്ഥരാണ്. കാരണം എന്തെന്നറിയാമോ? ഇവരുടെ കൂടെ ഇവരെ സഹായിക്കുന്ന ആളുകളായി, ഇവരുടെ പണിക്കാരായി, ചിക്കൻ കടക്കാരായി, ഇവരുടെ ക്യാമ്പുകളിലെ ഓഫീസ് സ്റ്റാഫുകളായി, ക്ലീനിങ് സ്റ്റാഫുകളായി ബംഗാളികൾ എന്ന വ്യാജേന NIA ഉദ്യോഗസ്ഥർ നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ എല്ലാ സ്ഥാവര ജംഗമവും തെളിവടക്കം കോടതിയിൽ സമർപ്പിക്കാൻ NIAക്ക് സാധിച്ചത്. ഇവർ വല്ലാതെ കളിച്ചു. വല്ലാണ്ട് കളിച്ചാൽ ഇല്ലാണ്ടായി പോകുമെന്ന് പ്രവൃത്തി പഥത്തിലൂടെ അജിത് ഡോവൽ തെളിയിച്ചു. ഈ കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന് വെല്ലുവിളിച്ചവനെ, നീ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നീ ഓടണോ ചാടണോ കിടക്കണോ എന്ന് അജിത് ഡോവൽ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. തൂക്കിയെടുത്ത് കൊണ്ടുപോയി. പൂച്ചക്കുട്ടിയെ തള്ളപ്പൂച്ച തൂക്കിയെടുക്കുന്ന ലാഘവത്തോടെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി. കാരണം പണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമീതെ ചാഞ്ഞാൽ മുറിക്കണമെന്നല്ലേ പറയാറ്. 10 സെക്കൻഡിന്റെ പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഇല്ലാതാക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ്, ധൈര്യമുള്ളവരാണ്, മികവുറ്റവരാണ്, പരിശീലനം സിദ്ധിച്ചവരാണ് എന്ന് ഇവരെ പകൽ വെളിച്ചത്തിൽ വിളിച്ചു പറയുകയും ജോസഫ് മാഷിന്റെ വിഷയത്തിൽ അത് തെളിയിക്കുകയും ചെയ്തപ്പോൾ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല എന്ന് കേന്ദ്ര സർക്കാരിനും തോന്നി. കാരണം അത്രയ്ക്ക് വെളച്ചിലായിരുന്നു ഇവർ കാണിച്ചതെല്ലാം ഈ കേരളക്കരയിൽ. എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് 13ഓളം സംസ്ഥാനങ്ങളിൽ ഒരേ സമയം തന്നെ ഡോവൽ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ബുദ്ധിയിൽ റെയ്ഡ് നടക്കുന്നു. ഈ കേരളത്തിൽ നടന്നിട്ട് കേരളത്തിലെ ഒരു പോലീസിലെ ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ ഇവരുടെ ലൊക്കേഷനുകൾ തപ്പിയെടുത്ത് ഡോവൽ കുഞ്ഞുങ്ങൾക്ക് ഇവരുടെ വീട്ടിനകത്ത് കയറാൻ സാധിച്ചെങ്കിൽ ഒരു 3 മണിക്ക് ഹെലികോപ്റ്റർ ഇവരുടെ വീടുകൾക്ക് മുകളിൽ ഇറങ്ങാനുള്ള സജ്ജീകരണം വരെ ഉണ്ടാക്കാൻ അജിത് ഡോവലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ ഇവരെ ഈ നാട്ടിൽ നിന്നും പിഴുതെറിയാനും ഡോവലിന് സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തോടൊപ്പം നിന്നു ജയശങ്കറും
അമിത്ഷായും നരേന്ദ്രമോദിയുമൊക്കെ. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുള്ളത് കൊണ്ട് അതൊക്കെ തന്നെ സാധിച്ചെടുത്തു. പിന്നീട് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും മനുഷ്യന്റെ പച്ചമാംസത്തിൽ കുത്തി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ ബാൻ ചെയ്യാൻ നരേന്ദ്രമോദിക്ക് വലിയ സമയമൊന്നും വേണ്ട. ഇപ്പോഴിതാ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും മേലെയാണ് ഞങ്ങൾ എന്ന രൂപത്തിൽ വളർന്നു വരുന്ന സംഘടനയെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നുകൂടി ഇറങ്ങിത്തിരിക്കുവാണ്. ഇപ്പോ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ പൊക്കിപ്പിടിച്ച പാലക്കാട് തൃത്താലയിലെ സംഭവവും കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ പണി കഴിപ്പിച്ച ഒരു ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനത്തില് കായംകുളത്തുള്ള ഇസ്ലാം മത പ്രാർത്ഥനയും ഒക്കെ കൂടിയായപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ഒരു കാര്യം ഉറപ്പിച്ചു: കേരളം ഒരുപാട് ഡോവൽ കുഞ്ഞുങ്ങൾ ഇറങ്ങേണ്ടി വരും. കാരണം കേരളം ഒരുപാട് പോപ്പുലർ ഫ്രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞപ്പോൾ ഡോവൽ കുഞ്ഞുങ്ങൾ അവരെ പ്രതിരോധിക്കാൻ ഇറങ്ങിയേ പറ്റൂ. പുതിയ ഒരു സംഘടനയ്ക്ക് കൂടി ഇതാ പൂട്ട് വീഴുകയാണ്. നമ്മുടെ രാജ്യം ഇതുവരെ നിരോധിച്ച സംഘടനകളുടെ എണ്ണം 44ആണ്. പോപ്പുലർ ഫ്രണ്ട് അടക്കം ഇപ്പോൾ അതിലേക്ക് മറ്റൊരു സംഘടന കൂടി കടന്നു വരുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതിനുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതൊരു അന്തർദേശീയ ഭീകര സംഘടനയാണ്. 2015 നമ്മളൊരു അന്താരാഷ്ട്ര ഭീകര സംഘടനയെ ഭീകര പട്ടികയിൽപ്പെടുത്തുകയും അവർക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്ത ISIS ആയിരുന്നു അത്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ രാജ്യം ഹമാസിൽ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം തുടങ്ങിയതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഹമാസിനെ നിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. കാരണം ഇന്ത്യയിലെ ഒരു സംഘടനയെ നിരോധിക്കണമെങ്കിൽ അതിന് UAPA നിയമങ്ങൾ ഉപയോഗിച്ചാണ് ആ സംഘടനയെ നിരോധിക്കുന്നത്. ഇന്ത്യൻ നിയമങ്ങൾക്ക് ബാധകമാകുന്നതോ ഇല്ലെങ്കിൽ ഇന്ത്യൻ നിയമപരിധിക്കുള്ളിലുള്ള പ്രദേശങ്ങളിൽ അവിടെ പ്രവർത്തനം ഉള്ളതോ ആയ സംഘടനകളെയാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക കേരളക്കാരെ കൊണ്ട് ഹമാസിന് അങ്ങനെ ഒരു ഗുണം കൂടി കിട്ടി. അമേരിക്ക അടക്കം തീവ്രവാദ സംഘടന എന്ന് പ്രഖ്യാപിച്ച ഹമാസിന്റെ നേതാവിനെ മലപ്പുറത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്നിട്ട് ഒരു വിർച്വൽ മീറ്റിംഗ് നടത്താൻ ധൈര്യം കാണിച്ചതിലൂടെ ഹമാസിനെ നിരോധിക്കാൻ ഇന്ത്യ കരുനീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് പാലക്കാട് തൃത്താലയിൽ ഇസ്മായിൽ ഹനിയയുടെയും യഹിയ സിൻവാറിന്റെയും ചിത്രങ്ങൾ പൊക്കിപ്പിടിച്ചത്. അതോടുകൂടി ഇന്ത്യക്ക് എളുപ്പമുണ്ടായി. ഇതും നല്ലതിന്. ഇടപാടുകൾ, റിക്രൂട്ട്മെന്റിങ് മുതലായി നടക്കുന്ന സംഘടനകളാണ്. ഹമാസ് പ്രത്യക്ഷത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ നടത്തിയിട്ടില്ല. പക്ഷേ ഹിസ്ബുള്ള അടക്കമുള്ള സംഘടനകൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലാണ് നമ്മൾ അവർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. ഏതായാലും ഇസ്രായേലിന്റെ വളരെ കാലമായിട്ടുള്ള ആവശ്യമായിരുന്നു ഹമാസിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണം, ഭീകര സംഘടനയെ പ്രഖ്യാപിക്കണമെന്നുള്ളത്. ഓസ്ട്രേലിയ, കാനഡ, ഇസ്രായേൽ, ജപ്പാൻ, ന്യൂസിലൻഡ്, UK, US, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഹമാസിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേൽ അംബാസഡർ പറഞ്ഞൊരു കാര്യം, പാക് ബേസ്ഡ് ആയിട്ടുള്ള ലഷ്കർ-ഇ തോയ്ബയെ ഇസ്രായേൽ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേ മാതൃക ഇന്ത്യയും പിന്തുടരും എന്ന് താൻ പ്രതീക്ഷിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ അത്തരത്തിൽ ചില നീക്കങ്ങൾ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു പാക് അധിനിവേശ കാശ്മീരിൽ ഹമാസിന്റെ നേതാക്കൾ എത്തി ഇന്ത്യയോട് പോരാടാനുള്ള ഒരു ആഹ്വാനം നൽകിയത്. ദില്ലിയിൽ രക്തം ചിന്തുമെന്നും കാശ്മീർ പിടിച്ചെടുക്കുമെന്നും ഒക്കെ ഹമാസിന്റെ നേതാക്കൾ പാക് അധിനിവേശ കാശ്മീരിൽ ഭീകരർ സംഘടിപ്പിച്ച ഒരു റാലിയിൽ വന്ന് പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹമാസിന് വലിയ പിന്തുണ നമ്മുടെ രാജ്യത്തെ വിവിധ ഇടങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് പാലസ്തീനുള്ള പിന്തുണ എന്ന പേരിലാണ് പാക് ഒക്യുപൈഡ് കാശ്മീരിൽ വന്നിട്ട് ഹമാസ് നേതാക്കൾ ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ചതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹമാസിനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആ നേതാക്കളെ ധീരയോദ്ധാക്കളായി പോരാളികളാക്കി കാണിച്ച് ചിത്രങ്ങൾ ഉയർത്തി കാണിച്ച കേരളത്തിന്റെ ഹമാസ് ഘടകം ലോകത്തോട് പറയുന്നത് എന്താണ്? ഇന്ത്യയോട് പറയുന്നത് എന്താണ്? നാളെ ഹമാസ് കാശ്മീരുമായി ചേർന്ന് ഇന്ത്യയെ ആക്രമിച്ചാൽ ഈ മലയാളികളാകുന്ന ഭീകര ഹമാസോളികൾ ആരുടെ കൂടെ നിൽക്കും എന്നതൊരു ചോദ്യമാണ്. ഇവര് തന്നെ ഒറ്റുകാരായി മാറുമോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. നന്ദി.